ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ CKC സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ നിധി വളരെ ബുദ്ധിമതി തന്നെ. അവസാനം അവള് നിർമ്മലനെ കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോയി. പക്ഷെ അവൾക്കറിയാത്ത ഒരു കാര്യമുണ്ട്. അവള് ചിന്തിച്ച് നിർത്തുന്നത് എവിടെയാണോ അവിടെ ചിന്തിച്ചു തുടങ്ങും ഈ CKC. എല്ലാ ബിസിനസ്സുകാരും അവളുടെ ഭർത്താവിനെ പോലെ മന്ദബുദ്ധികളാണെന്ന് അവള് വിചാരിച്ചത്. പക്ഷെ CKCയുടെ തലച്ചോറ് അത് വേറെ ഒന്നാണ്. എന്തായാലും അവൾ അവിടെ തന്നെയാണ് കൊണ്ടുപോയി നിർത്തിയേക്കണത്. നിർമ്മലയുടെ കാല് കണ്ടപ്പോ തന്നെ ഞാൻ അത് മനസ്സിലാക്കി. ഇനി അവൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ തട്ടിക്കൊണ്ടുവരണം എന്ന് CKC മനസ്സിൽ വിചാരിച്ച ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാട്ടോ. എന്നിട്ട് ഗുണ്ടകൾക്ക് പറയുന്നുണ്ട്, നീയൊക്കെ ഈ നഗരത്തിൽ എല്ലായിടത്തും അന്വേഷിച്ചതല്ലേ നിർമ്മലനെ, എന്നിട്ട് എവിടെന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ലല്ലോ? ഇല്ല സർ, ഞങ്ങൾക്കതിന് സാധിച്ചില്ല. എങ്കിലേ ഈ CKC കണ്ടുപിടിച്ചു. അവരെവിടെയാ സാർ ഉള്ളത്? വേറെ എവിടെയല്ല, ആ നിധി ബുദ്ധിമതിയാണല്ലോ. അവളെ ആ നിർമ്മലനെ കൊണ്ട് എത്തിച്ചേക്കണത് അവളുടെ സ്വന്തം വീട്ടിൽ തന്നെയാണ് സർ എന്ന് പറയുമ്പോ, അതെ അവിടെ തന്നെയാ അവള്. ഞാൻ പോയപ്പോഴേ കൊറേയൊക്കെ അവര് തപ്പിത്തടഞ്ഞ് അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് കാര്യം മനസ്സിലായി. അവളുടെ റൂമിൽ തന്നെ ഞാൻ കേറി ഷർട്ട് ഒന്ന് ക്ലീൻ ആക്കണമെന്ന് പറഞ്ഞിട്ട് റൂമിൽ കയറിയ ശേഷം ഞാൻ നോക്കിയപ്പോഴേക്കും അവള് കട്ടിലെ സൈഡിൽ പമ്മി ഇരിക്കായിരുന്നു, കാല് രണ്ടും പുറത്തിട്ടിട്ട്. ഞാൻ കൈയോടെ പിടിച്ചില്ലേ. ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ആ വീട്ടിലേക്ക് ഇടിച്ചു കയറി പോവുക, നിർമ്മലനെ തൂക്കി എടുത്തോണ്ട് വരാ. ജീവനോടെ വേണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല, ചത്താലും കുഴപ്പമൊന്നുമില്ല. അവൾ എന്തായാലും ഒന്നില്ലെങ്കിൽ ജീവനോടെ അവിടെ നിന്ന് കൊണ്ടുവന്ന് നിങ്ങൾ എന്റെ മുമ്പിലേക്ക് എത്തിക്കാം. അതെല്ലാന്നാണെങ്കിൽ അവളെ കൊന്നിട്ട് അവിടെ തന്നെ ഇട്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നോ. നിങ്ങൾ അഥവാ പോലീസ് പിടിക്കുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് CKC പറയാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗുണ്ടകള് നിധിയുടെയും അതുപോലെ തന്നെ വീട്ടിലേക്ക് അങ്ങോട്ട് പോകുക കേട്ടോ. വീട്ടിലേക്ക് പോയതിനു ശേഷം പാർവതി മുമ്പിൽ തന്നെ ഉണ്ട്. ആരാ നിങ്ങൾ? എന്താ നിങ്ങൾ? അയ്യോ മോനെ ഓടി വാ എന്ന് പറഞ്ഞ് വിളിക്കാണ്. അവർ ഓടി വരുന്നുണ്ട്. എന്താന്ന് ചോദിക്കുമ്പോഴേക്കും ദേ ഗുണ്ടകള്, നിങ്ങളൊക്കെ ആരാ? ഇറങ്ങിപ്പോ എന്റെ വീട്ടിൽ നിന്ന് പറയുമ്പോ, അടങ്ങ ചെക്ക, ഞങ്ങളെ ഒരു സാധനം എടുക്കാൻ വേണ്ടി വന്നതാണ്. സാധനോ? എന്ത് സാധനം? മര്യാദക്ക് ഇറങ്ങി പോവാനാ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അടിയും വഴക്കും ബഹളവും ഒക്കെ തന്നെ അവിടെ നടക്കും കേട്ടോ. ശേഷമാണെന്നുണ്ടെങ്കിൽ നിധിയെടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഇവിടെ നടക്കണെന്ന് ചോദിക്കുമ്പോ, അത് പിന്നെ എന്താ നിധി, എന്താ കാര്യം? ആ CKC ഇവിടെ ഒന്ന് പോയപ്പോഴേ എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന്. അയാൾ അങ്ങനെ വെറുതെ പോകുന്നൊരു ടൈപ്പ് അല്ല. അയാൾക്ക് വേണ്ടപ്പെട്ട എന്തോ ഒന്ന് ഇവിടെയുണ്ട്. എന്താന്ന് ചോദിക്കുമ്പോഴേക്കും നിധി പറയുന്നുണ്ട്, അത് വേറൊന്നല്ല, അത് പിന്നെ ഇനിയെങ്കിലും നിന്റെ തിരുവായ തുറന്നിട്ടൊന്ന് പറ നിധി എന്ന് പറയാണ്. അങ്ങനെ നിധി വേറൊരു കള്ളം പറയാണ്. അത് നിർമ്മലാന്റിക്ക് അയാളെ കുറിച്ച് കുറച്ച് രഹസ്യങ്ങളൊക്കെ അറിയാം, അതുകൊണ്ടിട്ട് നിർമ്മലാന്റിനെ അന്വേഷിച്ച് വന്നതായിരിക്കാം ചിലപ്പോ എന്ന് പറയാണ്. അത് കേൾക്കണതേ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടോ. പാർവതി പറയുന്നുണ്ട്, ഇതാ ഞാൻ നിന്നോട് പറഞ്ഞത്, അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടിട്ടുണ്ടെന്ന്. ഇങ്ങനെ നോക്കുന്ന സ്ഥലങ്ങൾ എന്തോരം ഉണ്ട്, അവിടെ എങ്ങനെ നിർത്തിയാ പോരുന്നു, വെറുതെ സമാധാനം കളയാനായിട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ പാർവതി പോവാട്ടോ. ശേഷം അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിർമ്മലനെ അന്വേഷിച്ചിട്ടാണ് CKC വന്നെന്നുണ്ടെങ്കിൽ CKCക്ക് അവളെയും കൂട്ടിക്കൊണ്ട് പോയിക്കൂടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ എനിക്കും ഒരു സമാധാനം കിട്ടിയാനായിരുന്നു. എന്തായാലും എന്റെ മോനെ അവൾക്ക് ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. പിന്നെ CKCയുടെ എന്തോ വലിയ രഹസ്യം നിർമ്മലക്ക് അറിയാന്നാണല്ലോ പറഞ്ഞത്. അതെന്ത് രഹസ്യമായാലും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു കാര്യം ചെയ്തേ പറ്റും. ആ CKC നിർമ്മലനെ കൊണ്ടുപോട്ടെ. ഇനി എങ്ങാനും അവരോ അവരുടെ ഗുണ്ടകളോ വരുവാണെങ്കിൽ ഒന്നും മിണ്ടാതിരുന്നാ മതി. അവരെ എന്താഴ്ച ചെയ്തോട്ടെ. ആ നിർമ്മല പോയി കഴിഞ്ഞാൽ പിന്നെ സമാധാനാവല്ലോ. എന്റെ മോൻ എന്നെ വിട്ട് പോവില്ലല്ലോ എന്നൊക്കെയാണ് പാർവതി വിചാരിക്കേണ്ടത്. ശേഷം പാർവതിയുടെ മൊബൈലിലേക്ക് ഒരു കോൾ വരുവാട്ടോ. അത് വേറെ ആരുടെ അല്ല, CKCയുടെ കോളാണ്. ഹലോ, ഞാനാണ് CKC. നിങ്ങൾ എന്തിനാ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിക്കാണ്. അത് എന്തിനാണെന്ന് അറിയില്ലേ പാർവതിക്ക്? എനിക്കറിയില്ല, നിങ്ങൾ എന്തിനാടോ എന്നെ വിളിക്കണത് എന്ന് ചോദിക്കാണ്. അത് എനിക്ക് പാർവതിയുടെ ഒരു സഹായം വേണമായിരുന്നല്ലോ എന്ന് പറയാണ്. സഹായോ? ഞാനെന്ത് സഹായ തനിക്ക് ചെയ്യേണ്ടത്? അതെ പാർവതി, വെറുതെ കള്ളം പറയാൻ നോക്കൊന്നും വേണ്ട. പാർവതി വീട്ടിലല്ലേ ആ നിർമ്മലയുള്ളത്. അവളെ കൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാ ഉള്ളത്? അതൊന്നും പാർവതി അറിയണ്ട. ഏതായാലും പാർവതിക്ക് ഒരു തലവേദനയാണോ അവള്? അത് ഞാൻ പറയാതെ തന്നെ പാർവതിക്ക് മനസ്സിലായല്ലോ അല്ലെ? അതുകൊണ്ട് പാർവതി അവള് വെച്ചോണ്ടിരിക്കണത് അത്ര നല്ലതൊന്നും അല്ല.
അവൾ അവിടെ നിന്ന് പറഞ്ഞേക്കണത് പാർവതിക്കും സമാധാനം. നിധി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് തലയിലേക്ക് വെച്ച് പ്രശ്നങ്ങൾ കൂട്ടുവാട്ടോ. പാർവതി ഒന്ന് കണ്ണടച്ച നിധി ഇല്ലാത്ത സമയത്ത് ഞാൻ അവിടെ പുഷ്പം പോലെ വന്നിട്ട് നിർമ്മലനെ പുഷ്പം പോലെ കൊണ്ടുപോകാം. എന്ത് പറയണു? പാർവതിയുടെ ജീവിതം സുഖമാവും, ആ ശല്യം അങ്ങോട്ട് തീർന്നു കിട്ടും. പാർവതി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നെ തിരിച്ചു വിളിക്കണം എന്ന് പറയണം. പാർവതി അതിനെക്കുറിച്ച് ആലോചിക്കാട്ടോ. ശരിയാണ്, അവരുടെ ശല്യം പോവാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടല്ലോ എന്ന് വിചാരിക്കാണ്. ശേഷം CKSനെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ട്. അവരെ എനിക്കും കുറച്ച് തലവേദന ഉണ്ടാക്കുന്നുണ്ട്. അവരെ കൊണ്ടെന്ന് തന്നെ എനിക്കിഷ്ടല്ല. ഞാൻ നിധിയെടുത്ത് പലവട്ടം പറഞ്ഞതാണ്. അവളാണെങ്കിലോ അവരായിട്ട് ഭയങ്കര കൂട്ടു. എനിക്കതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ പോവാണെങ്കിൽ പാർവതിയുടെ മരുമകളും മകനും പാർവതിയുടെ കൈവിട്ടു പോകും. അത് പാടില്ല. അവരെങ്ങനെ എന്റെ കൈവിട്ടു പോയാ പിന്നെ ഞാനെന്തിനാ ജീവിക്കണത്? എങ്കിലേ പാർവതി ഒരു കാര്യം ചെയ്, ആ നിർമ്മലനെ ഒന്ന് പുറത്തിറക്കി തന്ന് സഹായിക്കാന്നുണ്ടെങ്കിൽ ഞാൻ അവരെ തൂക്കിയെടുത്തോണ്ട് പോയിക്കോളാം എന്ന് CKS പറയണം. പാർവതിക്കും സമാധാനവും സന്തോഷമൊക്കെ ആവുന്നുണ്ട്. എങ്കിലും ഒരു തെറ്റല്ലേ താൻ ചെയ്യണത് എന്നൊരു വിചാരമുണ്ട്. CKS അടുത്ത് പറയണ്ട, നിങ്ങൾ അവരെ കൊണ്ടിട്ട് ഉപദ്രവിക്കൊന്നുമില്ലല്ലോ, വേറൊരു കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? അയ്യോ എന്റെ പാർവതി, നിങ്ങൾക്ക് എന്ത് കുഴപ്പം സംഭവിക്കാനാണ്? അവർക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല. അവിടെ നിന്ന് കൊണ്ടുപോയതിനു ശേഷം ഞാൻ അവരെ കൊണ്ട് തന്നെ പാർവതിനെ വേണമെങ്കിൽ വിളിപ്പിച്ചോളാം. അതൊന്നും വേണ്ട, നിങ്ങളൊന്നും ചെയ്യാതിരുന്നാ മതി. പിന്നെ വേറൊരു കാര്യം, ഞാൻ നിങ്ങളുടെ കൂടെ ഇതിലുണ്ടെന്നുള്ള കാര്യം വേറെ ആരോടും പറയരുത്, കേട്ടല്ലോ? പ്രത്യേകിച്ച് എന്റെ മോൻ ഇത് അറിയരുത്. അതാരും അറിയാൻ പോണില്ല. പാർവതിയായിട്ട് ആരോടും പറയാതിരുന്നാ മതി. ശരി ശരി, എങ്കിൽ നിങ്ങൾ എന്താ ചെയ്തോ എന്ന് പാർവതി പറയണം. അങ്ങനെ പാർവതിയുടെ സഹായത്തോടു കൂടി തന്നെ നമ്മുടെ നിർമ്മലനെ കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ CKS. എന്തായാലും നിർമ്മലനെ അവിടെ തൂക്കിയെടുത്തോണ്ട് പോണ കാര്യത്തിൽ ഒരു സംശയവും. നിർമ്മല ഒരു രോഗി ആയതുകൊണ്ട് തന്നെ എന്തവസ്ഥ വന്നാലും പെട്ടെന്ന് തന്നെ ആള് മരിച്ചു പോകാൻ ചാൻസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രീറ്റ്മെന്റും ഇഞ്ചക്ഷനും കാര്യങ്ങളും ഒരിക്കലും മുടക്കാൻ പാടില്ല. അത്രമാത്രം ക്ലിയർ ആയിട്ട് നോക്കണമെന്ന് ഡോക്ടർ വീണ്ടും 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 നമ്മുടെ നിധിയെടുത്ത് പറഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തോടു കൂടി നമ്മുടെ നിർമ്മലയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാകും. അല്ലെങ്കിലും നിർമ്മലനെ പാർവതി അത്ര ശത്രുവായിട്ട് കണ്ട കാര്യമൊന്നുമില്ല. അവർക്കിനി വളരെ കുറച്ച് ആയുസേ ഉള്ളൂ. ആ സമയത്ത് അവരവരുടെ മോനെ കൺകുളിർക്കെ കണ്ട് ഒന്ന് മരിച്ചോട്ടെ എന്ന് വിചാരിക്കേണ്ട കാര്യേ പാർവതിക്കുള്ളൂ. പക്ഷെ പാർവതിക്കും വാശി, കുറച്ച് സമയമാണെങ്കിൽ കുറച്ച് സമയം തന്റെ മോനെ ആർക്കും വിട്ടുകൊടുക്കുന്നില്ലെന്ന് വാശി. അതുകൊണ്ട് തന്നെ പാർവതി വലിയൊരു കുഴി തന്നെയാണോ ചെന്ന് ചാടാൻ പോണത്. എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് കേട്ടോ. പക്ഷേ പാർവതിക്കറിയാത്തൊരു കാര്യമുണ്ട്. വേറൊന്നുമല്ല, ഈ മകൻ ഈ CKSയുടെ സ്വന്തം മകനാണെന്നുള്ള കാര്യം പാർവതിക്ക് അറിയില്ല. അതറിയുമ്പോഴേക്കും പാർവതി ശരിക്കും പറഞ്ഞ പശ്ചാത്തപിക്കാൻ പോണത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ടേക്ക് കെയർ. പിന്നെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോ ബൈ ബൈ.